സ്റ്റോക്ക് സൈലൻസർ എന്നുള്ള സൗണ്ട് കിടുവാണ്, ഒരു രക്ഷയില്ല. ാണെങ്കിലും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണ സാധനമാണ് നമ്മുടെ സുസുക്കി ഫിയറോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടി എന്താ പറയുക, വേറെ ലെവൽ, വേറെ മൂഡ്, അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റിയൊരു സാധനമാണ് ഇരിക്കുന്നത്. ഇവനെപ്പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടാവും, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തൊരു വണ്ടിയാണ്, ഏകദേശം ഒരു 2 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായ ഒരു വണ്ടിയാണ്. അപ്പോൾ എനിക്കുണ്ടായ ചെറിയ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഞാനിതിൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ കമ്പനിക്കാരുടെ വണ്ടിയാണ്, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് എല്ലാം പാസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇതിൽ ചെയ്ത കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഫുള്ള് റിവ്യൂ ആയിരിക്കും നമ്മൾ പറയാൻ പോവുക. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2000 കാലഘട്ടത്തിലാണ് ഇവൻ്റെ ഒരു ഇന്ത്യയിലേക്കുള്ള ഒരു ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 150 കാറ്റഗറിയിൽ, 4 സ്റ്റോക്ക് കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ CBS 150 വരുന്നുണ്ട്. ആ വണ്ടിയാണ് ഇന്ത്യയിലേക്ക് ആദ്യം ലോഞ്ച് ആയത്. അതിന് തൊട്ടടുത്ത് തന്നെ ഈ വണ്ടിയും ലോഞ്ച് ആയി, ഏകദേശം രണ്ടും ഒരേ ഒരു ടൈമിനാണ് ലോഞ്ച് ആയത്. പിന്നെ ഇറങ്ങിയ വണ്ടിയാണ് നമ്മുടെ പൾസർ 150. അപ്പോൾ ആദ്യം നമ്മൾ CBS 150, അതിനുശേഷം നമ്മൾ സുസുക്കി ഫിയറോ, ഈ 2 വണ്ടിയും ഒരേ ഒരു ടൈമിനാണ് ലോഞ്ച് ആയത്. പിന്നെ ലാസ്റ്റ് വന്നേക്കുന്നതാണ് പൾസർ 150. അപ്പോൾ 4 സ്റ്റോക്ക് കാറ്റഗറിയിൽ 4 സ്പീഡോടുകൂടെ ഇറങ്ങിയൊരു വണ്ടിയിൽ ഒരെണ്ണം ഇവനാണ് നമ്മുടെ സുസുക്കി ഫിയറോ. അപ്പോൾ ഇവൻ്റെ സ്പെക്കും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, വണ്ടി അടിപൊളിയാണ്, എന്താ പറയുക, വേറെ ലെവലാണ് വണ്ടി. നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, എന്താ പറയുക. ആ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒറ്റ പീസിൽ വരുന്നതാണ് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒറ്റൊരു പീസായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു വൈസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ലുക്കിൽ തന്നെ അവൻ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ലുക്കാണ് ഇഷ്ടം. പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് മാറ്റിയിട്ട് റൗണ്ട് ഹെഡ് അല്ലെങ്കിൽ വേറെ വണ്ടികളുടെ ഹെഡും കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റോക്കിൽ കൊണ്ടു നടക്കാൻ എനിക്കിഷ്ടം. കാണാൻ ആ ഒരു നല്ലൊരു ലുക്കാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഇവൻ ചെയ്തേക്കുന്നത് വെച്ചാൽ 2 ഷോക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ സൈസ് വരുന്നത് 18 ഇഞ്ചാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. പക്ഷേ ഇത് ബാക്കിലെ ടയേഴ്സിൻ്റെ സൈസ് അവൻ മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഇവൻ ഡിസ്കും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ പൾസർ 150യുടെ ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് കയറ്റിയേക്കണേ. പക്ഷേ ഇതിൽ വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ പൾസർ 150യുടെ സ്റ്റമ്പും അതേപോലെ തന്നെ കാലിബറും മാത്രമേ ഉള്ളൂ പൾസർ 150യുടെ. ഈ ഡിസ്ക് പ്ലേറ്റ് വരുന്നത് നമ്മുടെ AS200 ബാക്ക് ഡിസ്കിലെ പ്ലേറ്റാണ് ഇവൻ ഫ്രണ്ടിൽ കയറ്റിയേക്കണേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അപ്പാച്ചിയുടെ ഒരു ലിവറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ വന്നേക്കണം നമ്മുടെ അപ്പാച്ചിയുടെ 200 വരുന്ന ലിവറും കാര്യങ്ങളൊക്കെയാണ്, ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അടിപൊളിയല്ലേ. ഈ ഒരു 2 പാനലുണ്ടല്ലോ ടാങ്കിലൊന്ന്, ഈ 2 കവറും അടിപൊളിയാണ്. ഈ 2ലും അതാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഫിയറോടെ ഒരു കുറച്ചും കൂടി ലുക്ക് തോന്നിക്കാൻ കാരണം. ആ ഒരു 2 സൈഡിലും വന്നേക്കണം ആ കവറും കൂടി തന്നെയാണ്. ആ ടാങ്കിൻ്റെ കവറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലവർ മിക്കവരും വെക്കുന്ന നമ്മുടെ ബട്ടർഫ്ലൈയുടെ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ക്രാച്ച് കാർഡാണ് കൊടുത്തേക്കണേ. സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഒരു 147 cc എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളെ 10.5 ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് 6500 RPM. പിന്നെ ഇതിൻ്റെ BHP 12 BHP കാര്യങ്ങളൊക്കെ ഉള്ളുവെങ്കിലും ഇവൻ്റെ പവർ എന്ന് പറഞ്ഞത് വേറെ നൈസായിട്ടുള്ളൊരു പവറാണ്. പിന്നീട് നമുക്ക് സൈഡ് ലുക്കിലേക്ക് നോക്കുമ്പോൾ ഉണ്ടോ, ഇത് കംപ്ലീറ്റ് ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്താണ്. ഇതൊരു എന്താ പറയുക, ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം, 2 മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഒരു പൊന്മാൻ നീല, അങ്ങനെ വേണമെങ്കിൽ കറക്റ്റായിട്ട് കളർ എനിക്ക് അറിയാൻ പാടില്ല, നല്ലൊരു കളറാണ്. പിന്നെ എന്താ ഇവിടെ സുസുക്കി എന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫിയറോ എന്നുള്ളൊരു പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും കുറച്ചും കൂടി സ്റ്റിക്കർ വർക്ക് ഉണ്ട്. സുസുക്കി വണ്ടിയുടെ ഫിയറോടെ കുറച്ചും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ചെയ്തിട്ടില്ല, ഇപ്പോൾ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ വണ്ടിക്ക് തന്നെ കിക്ക് സ്റ്റാർട്ട് ഉണ്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് സൈലൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഹെഡ് ലൈറ്റ് തന്നെയാണ്, ബ്രേക്ക് ലൈറ്റ് തന്നെ ബാക്കിലും കൊടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റ പീസിലാണ്
ഈ ബ്രേക്ക് ലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോവാൻ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് മാറ്റേണ്ടി വരും. മറ്റുള്ള വണ്ടി നമുക്ക് 2 സൈഡിലായിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ലുക്കാണ്, ഒതുങ്ങിയിരുന്നോളും, നല്ല രസമുണ്ട് കാണാൻ. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്ക് ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 17 ഇഞ്ചാണ് ബാക്കിലിട്ടേക്കണേ. നമ്മൾ ഫ്രണ്ടിലിട്ടേക്കണ 18 ഇഞ്ച് സെയിം സൈസ് തന്നെ ആയിരുന്നു ബാക്കിലിരുന്ന് വെച്ചാൽ. പക്ഷേ കുറച്ചും കൂടി കംഫർട്ടിന് വേണ്ടിയാണ് നമ്മൾ 17 ഇഞ്ച് ബാക്കിലാക്കിയത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് 16 ആക്കാം. അപ്പോൾ കുറച്ചും കൂടി വണ്ടി ഷോർട്ടാവും. നമ്മുടെ XT-യിലേക്ക് വരുന്നതന്നെ ആ ഒരു ലുക്ക് ടൈപ്പ് ബാക്കിൽ വരും. അപ്പോൾ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും നമ്മൾ ഡബിളാക്കി എടുത്ത് പോവുകയാണെങ്കിൽ കട്ടറൊക്കെ ചാടുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി വീല് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കംഫർട്ടിനാണ് അവൻ 17 ഇഞ്ചിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ. പിന്നെ അതേപോലെ തന്നെ 2 ഡബിൾ സൈഡ് ഷോക്ക് ഓബ്സറും കാര്യങ്ങളൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ബാക്ക് സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു ക്യാരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീറോയിൽ നോർമൽ വരുന്നത് ചെറിയൊരു ക്യാബറിയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വെച്ചെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് കെട്ടി എവിടെയെങ്കിലും ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ വെച്ച് കെട്ടാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ സാധനം. അത് നല്ലതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെയിം വണ്ടിയുടെ സ്റ്റോക്ക് ചെയിൻ കവറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിരുന്നത്. ഫിയറോടെ തന്നെ ചെയിൻ കവറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിട്ട് തന്നെയാണ് കൊടുത്തേക്കണേ. പിന്നെ അതേപോലെ തന്നെ സീറ്റ് സിംഗിൾ സീറ്റാണ് തന്നെ. ഇത് ചെറിയ രീതിയിലുള്ള കുഷീനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി വണ്ടിയുടെ വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് വരുന്നത് 115 kg ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 154 വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടാങ്ക് ഫ്യൂൽ പെട്രോൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ് കേട്ടോ. 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. എങ്കിലും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് 2 കാലും അടിപൊളിയായിട്ട് കാലം. ശരിക്കും ഒരു കുട്ടി ബൈക്കാണ് കേട്ടോ. ശരി നല്ല രീതിയിൽ എന്താ എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു വണ്ടിയാണ്. ആർക്കും ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടു കിടക്കാനാണെങ്കിലും അടിപൊളിയാണ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ സുസുക്കി ഫിയറോ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. എൻജിൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. അതാ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് വർക്കിംഗ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമ്മർ ബ്രൈറ്റിൻ്റെ സ്വിച്ച് കാണാം, പാസ് സ്വിച്ച് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഹോണിൻ്റെ സ്വിച്ച്. പിന്നെ മീറ്റർ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ ഒരു ഡിസൈനിൽ ആ ഒരു ഹെഡ്ലൈറ്റിൽ വരുന്ന അതേ ഒരു ഡിസൈനിലാണ് ഇവർ ഈ മീറ്റർ കൊടുത്തേക്കണേ. ഇതിപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണുന്നൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ 2 സൈഡിലേക്കുള്ള സിഗ്നൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ, പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു വാണിംഗ് കാണാൻ പറ്റും. 2 അടിപൊളി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ KB100 വരുന്ന മിറേഴ്സാണ് രണ്ടും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. വിസിബിലിറ്റിയും ഉണ്ട്, അതേപോലെ നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കാണ് കാണാൻ. പിന്നെ ഹാൻഡിൽ നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് തന്നെയാണ്. നമ്മൾ സാധാ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ തന്നെ കൊടുത്തേക്കണം. സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഹെഡ് മാറ്റിയിട്ട് നമ്മൾ ബാർ ഹാൻഡിലേക്ക് കയറ്റി ഷോക്ക് കട്ട് ചെയ്തിട്ട് ഹൈറ്റ് കൂട്ടി കൊണ്ടാണ് എല്ലാവരും കൊണ്ടു കിടക്കണേ. ഇതിൻ്റെയും ഷോക്ക് കട്ട് ചെയ്തിട്ട് ഹൈറ്റ് കൂട്ടിയതാണ്. പിന്നെ ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവനെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ആക്കിയാണ് വണ്ടി. കാർബേറ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫിയറോയുടെ കാർബേറ്ററിലാണ് കിടക്കണേ. ഇപ്പോൾ നമ്മളിലുള്ളത് പൾസർ 180യുടെ കാർബേറ്ററാണ് ഇതിൽ കയറ്റിയേക്കണേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ടൊരു കംപ്ലയിൻറ്റ് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ CD യൂണിറ്റാണ് മിക്ക വണ്ടികൾക്കും കംപ്ലയിൻറ്റ് വരുന്നത്. ആ സാധനം നമുക്ക് പുതിയത് മേടിക്കാൻ കിട്ടത്തുമില്ല. കാരണം എന്ന് വെച്ചാൽ പുതിയത് നമുക്ക് കിട്ടത്തില്ല. ഒറിജിനൽ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഫിയറോയുടെ വണ്ടിയുടെ ഇരിപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഷോപ്പിൽ നിന്ന് നമുക്ക് തരാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചെടുക്കത്തില്ല. അപ്പോൾ അതിന് ഏകദേശം ഒരു റേറ്റ് വരുന്ന 1000 ആ സംതിങ് ആണ്. വർക്കായെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ പൈസ പോകും. അപ്പോൾ CD യൂണിറ്റ് മെയിനായിട്ടൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഫിയറോയുടെ CD യൂണിറ്റ് കംപ്ലയിൻ്റ് ആയത് മാറ്റി ഇപ്പോൾ ഇതിൽ കയറ്റിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാച്ചി 180യുടെ CD യൂണിറ്റാണ് ഇതിൽ കയറ്റിയേക്കണേ. ശരിക്കും അതൊരു നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. കാരണം അധികം ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. കാരണം ഇപ്പോൾ 180യുടെ CD യൂണിറ്റ് ഇതിൽ നമുക്ക് സൂട്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗുണമാണ്. കാരണം എന്ന് വെച്ചാൽ ഫിയറോയുടെ ഇട്ടില്ലെങ്കിൽ നമുക്ക് അപ്പാച്ചിയുടെ ഇടാൻ പറ്റും. ഇപ്പോൾ അവൻ അപ്പാച്ചിയുടെ CD യൂണിറ്റും അതേപോലെ തന്നെ
ഇഗ്നേഷൻ്റെ കോയിലും നമ്മുടെ അപ്പാച്ചിയുടെയാണ് വണ്ടി കയറ്റിയേക്കണേ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി ഡി കൊണ്ട് നിങ്ങളുടെ വണ്ടി കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും അപ്പാച്ചി 180യുടെ സി ഡി കൊണ്ട് യൂസ് ചെയ്ത് പോകാം. അത് നമുക്ക് ഇതിൽ സൂട്ട് ആവുന്നുണ്ട്. അത് കുറച്ചും കൂടി ഫിയറോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. മാത്രമല്ല അതിൻ്റെ ഒരു നെഗറ്റീവ് വേറെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് ഏകദേശം അറിയാമല്ലോ, 2000 കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവൻ തന്നെ എല്ലാ സാധനവും അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചത് ഇപ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഫിയറോൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ സെക്കൻഡ് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇവൻ കുറേ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കളക്ട് ചെയ്ത് നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ഇവൻ അത്യാവശ്യം വണ്ടിയിൽ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ അവൻ സെറ്റാക്കിയത്. അപ്പോൾ എനിക്ക് സ്പെഷ്യലി പറയാനാണെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഉള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി എൻ്റെ ലൈഫിലേക്ക് ഞാൻ രണ്ടാമത്തെ വണ്ടി, എൻ്റെ ലൈഫിൽ കിട്ടിയ രണ്ടാമത്തെ ഒരു വണ്ടിയാണ് സുസുക്കി ഫിയറോ. ആ വണ്ടി എടുക്കാൻ വേണ്ടി നടന്ന സമയത്തുള്ള ഇതും എന്താ പറയുക, അത് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഒരുപാട് നല്ല 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 മൊമെൻറ്റ്സ് ഉണ്ട്. നല്ല ഒരുപാട് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. ആ വണ്ടി കൊണ്ട് റൈഡൊക്കെ പോകുന്ന സമയത്ത് കിട്ടിയ ചെറിയ ചെറിയ പണികളും എന്താ പറയുക അങ്ങനെ ഒരുപാട് ഉണ്ട്. പക്ഷേ എന്താ പറയുക, എങ്ങനെയൊക്കെയോ അത് നമ്മുടെ സാഹചര്യമാണല്ലോ, വണ്ടി എനിക്കത് കൊടുക്കേണ്ടി വന്നു. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല, വണ്ടി അത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആ വണ്ടി ഞാൻ കൊടുത്തു. ഏകദേശം 2 വർഷത്തോളം ഞാൻ യൂസ് ചെയ്ത വണ്ടി. പിന്നെ എന്താ പറയുക, വണ്ടി അടിപൊളിയാണ്. ഞങ്ങൾ 4 പേര് ആ സമയത്ത് ഞങ്ങളെടുത്ത സമയത്ത് ഇവൻ ആദ്യം നമ്മൾ കമ്പനിക്കാരൻ ബ്രോ എടുത്ത് അതിൽ നമ്മുടെ ചങ്കുപടി നമ്മുടെ കുട്ടു ബ്രോ, നമ്മൾ കുട്ടുന്നാണ് വിളിക്കണേ, വിശാഖ് എന്നാണ് ആളുടെ പേര്. അവനാണ് സുസുക്കി ഫിയറോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം എടുത്തത്. അവനെന്താ പറയുക, അവനെടുത്തിട്ട് അവൻ ഒന്നും ചെയ്യാനില്ല വണ്ടിയിൽ, നല്ല രീതിയിൽ അവൻ വണ്ടി പണിത് കംപ്ലീറ്റ് പണിതിട്ടുണ്ട്. അവൻ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ സ്റ്റോക്ക് കാണുന്നത് നമ്മുടെ ഫിയറോൻ്റെ സിങ്ങാമ്പാണ്. അവൻ സിങ്ങാമ്പ് അതിൽ കയറ്റി ടി വി എസിൻ്റെ സിങ്ങാമ്പും കാര്യങ്ങളൊക്കെ കയറ്റി, ഹെഡൊക്കെ റൗണ്ട് ഹെഡൊക്കെ കയറ്റി, ഞാൻ പറഞ്ഞ പോലെ ഡിസ്കും കാര്യങ്ങളൊക്കെ കയറ്റി, ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഹൈറ്റ് ചെയ്തിട്ട് റൗണ്ട് ഹെഡ്ലൈറ്റൊക്കെ കയറ്റി വണ്ടി വേറെ മൂഡാക്കി. അപ്പോൾ അതൊക്കെ കണ്ടുമ്പോൾ ഓടിച്ച് വണ്ടി വേറെ ലെവലായി. പിന്നെ ആ വണ്ടീനോട് പിന്നെയും വണ്ടി ഓടിക്കാനാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ആദ്യം ഞങ്ങളുടെ കൂട്ടത്തിലെടുത്തത്. അതിന് ശേഷം നമ്മുടെ കമ്പനിക്ക് ഈ വണ്ടിയുടെ ഓണർ നമ്മുടെ അനിൽ ബ്രോ ആണ് പിന്നെ അതിന് ശേഷം എടുത്തത്. പിന്നെ അതിന് ശേഷം ഞാനെടുത്തു. പിന്നെ നമ്മുടെ കമ്പനിക്കാരൻ ചങ്കുപടി നമ്മുടെ സുധീഷ് ബ്രോ റെഡ് ഫീറോ, അവനാണ് റെഡ് ഫീറോ എടുത്തത്. ഇവന്മാർ രണ്ടിൻ്റെയും ശരിക്കും ഇത് ബ്ലൂ കളറായിരുന്നു കേട്ടോ. വിശാഖിൻ്റെ വണ്ടിയും ബ്ലൂ ആയിരുന്നു, അനിലിൻ്റെ വണ്ടിയും ബ്ലൂ ആയിരുന്നു. ഇവന്മാർ പിന്നെ അവൻ കളർ ചേഞ്ച് ചെയ്താണ് ഈ പ്രശ്നം ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ എല്ലാവരും കൊണ്ട് കുറേ നാൾ കിടന്നു. പിന്നെ നമുക്കത് അത്യാവശ്യം കാര്യങ്ങൾ വന്നപ്പോൾ വണ്ടി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവൻ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വണ്ടി കൊടുത്തു. പല കാരണങ്ങൾ കൊണ്ട് സാഹചര്യം കൊണ്ട് വണ്ടി കൊടുക്കേണ്ടി വന്നു എനിക്ക് പറയാം. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു മുതൽ മാത്രമേ ഇപ്പോൾ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ ഇതാണ് ഈ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഫാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഫീറോ FRC റൈഡേഴ്സ് ക്ലബ്ബ് പോലത്തെ ഒരുപാട് ആളുകൾ, നമ്മുടെ ഫീറോ റൈഡേഴ്സ് ക്ലബ്ബിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വണ്ടികൾ അതിലുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഫീറോ റൈഡേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളുടെ വണ്ടികളും അവരുടെ ഫോട്ടോസൊക്കെ. അപ്പോൾ എന്താ പറയുക, വണ്ടിനോട് ഇപ്പോഴും എല്ലാവരും കൊണ്ടു നടക്കുന്നത് വെച്ചാൽ ആ വണ്ടിയിലുള്ള ഇഷ്ടമാണ്. ഈ വണ്ടി ഓടിക്കാൻ തന്നെ വേറൊരു ഫീലാണ്. കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ RX 135 ഓടിച്ച പോലെ തന്നെ 2 സ്റ്റോക്ക് കാറ്റർ ഓടിക്കുമ്പോൾ അതൊരു വേറെ ഫീല്. ഈ വണ്ടിയിലുള്ള സൗണ്ട് എന്ന് വെച്ചാൽ അത് വേറെ മൂഡ്. കാരണം ഒരു നൈസായിട്ടുള്ളൊരു സൗണ്ടാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിയറോയുടെ സൗണ്ട് എന്ന് വെച്ചാൽ. അത് എനിക്കിപ്പോൾ ഓടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നൈസായിട്ടുള്ളൊരു സൗണ്ടാണ്, വളരെ എനിക്ക് എന്താ പറയുക നമ്മുടെ സ്പ്ലെൻഡറിലൊക്കെ ഉള്ള സൗണ്ടില്ലേ, സ്പ്ലെൻഡറിൻ്റെയൊക്കെ ആ ഒരു വരുന്ന സൗണ്ട് തന്നെയാണ് ഈ വണ്ടിയിലും വരുന്നത്. അത് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇനി ഓടിച്ചിട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ എൻജിൻ ഓണാക്കിയിട്ടുണ്ട്. കിക്കർ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ടോ, നൈസായിട്ടുള്ളൊരു സൗണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയുടെ. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് ബാക്കി സംസാരിക്കാം. വണ്ടി വീലൊക്കെ അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വെറമൂട്ട് ഗൈസ്, വെറമൂട്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഞാൻ പറഞ്ഞില്ലേ, നൈസായിട്ടുള്ള സൗണ്ടാണ്. സ്റ്റോക്ക് സൈലൻസർ എന്നുള്ള സൗണ്ട് കിടുവാണ്, ഒരു രക്ഷയില്ല.
പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 115 വരെ നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റും നല്ല റോഡുകളിൽ. പിന്നെ എന്താ പറയുക, അത് നമുക്കൊരു ഇതിൻ്റെ നല്ലൊരു ക്രൂസിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാമെന്നുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 18-19 നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിൽ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇത് എല്ലാ പഴയ വണ്ടികളൊക്കെ ഉള്ളത്, സോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഒതുങ്ങിയിരുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നല്ല രീതിയിലുള്ള കംഫർട്ടാണ്, നമുക്ക് നല്ല രീതിയിൽ അത് ഓടിച്ച് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്കിപ്പോഴും ഇതിൻ്റെ സ്പെയർ പാർട്സൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് വണ്ടി ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പോഴും സെക്കൻഡ് ആണെങ്കിലും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ സ്പെയർ പാർട്സ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ പാർട്സും കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ CD യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ്, വേറെ മൂഡാണ്. കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ ഒതുങ്ങിയുണ്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാം. വണ്ടി സെക്കൻഡ് ഗിയറിലൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ട് വണ്ടി. നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്പീഡ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കയറ്റിയേനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോക്ക് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് സാദി വ്ലോഗ്സ്. അതുവരെയും ബൈ.